ഇവിടെ പബ്ലിക് ഹിയറിങ്ങിൻ്റെ രജിസ്ട്രേഷൻ്റെ ലിങ്കാണ്. അതിൽ കയറുമ്പോൾ ഡ്രാഫ്റ്റ് റിന്യൂവൽജി ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണിക്കുന്നു. ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. എന്ത് വേണമെങ്കിലും ഒന്ന് വായിച്ചു നോക്കാം. കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണമെന്നും ഇംഗ്ലീഷിലോ മലയാളത്തിലോ പറയാമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ഇൻസ്ട്രക്ഷൻ കിടക്കുന്നതാണ്. അത് കഴിഞ്ഞ് ക്ലിക്ക് ഹിയർ ടു രജിസ്റ്ററിൽ എടുക്കുക. അത് കഴിഞ്ഞ് ഏത് കാറ്റഗറി ആണെന്ന് ഇതിൽ കിടക്കുന്ന ഒന്നാമത്തെ ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ്, അത് KCB പോലുള്ള കമ്പനികൾക്കുള്ളതാണ്. പിന്നെ വലിയ ഹയർ കപ്പാസിറ്റി പവർ പ്ലാന്റ് വെക്കുന്നവർക്കുള്ളത്, പിന്നെ ഇൻഡസ്ട്രീസ്, അതുപോലെ അസോസിയേഷനുകൾക്ക്, പിന്നെ സോളാർ എന്റർപ്രണർ, ഇപ്പം സോളാർ കമ്പനികൾ, EPC കമ്പനികൾക്കുള്ളത്. അടുത്ത റെസിഡൻഷ്യൽ അസോസിയേഷൻ പോലുള്ളത്, പിന്നെ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ, സർക്കാർ സ്ഥാപനങ്ങൾ, പ്രൊസ്യൂമർ സംഘടനകൾ, പിന്നെ മറ്റോരോ കാറ്റഗറീസ് അത് വായിക്കും മനസ്സിലാവും. നിലവിലുള്ള പ്രൊസ്യൂമർ, പിന്നെ വിദഗ്ധർ, പ്രൊഫഷണൽ, അങ്ങനെ ജനറൽ, പൊതുജനങ്ങൾ, അങ്ങനെയുള്ള ഏത് കാറ്റഗറിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഇപ്പോൾ ജനറൽ പബ്ലിക് എന്നാണെന്നിരിക്കട്ടെ. ദെൻ നെക്സ്റ്റ് പോവുക. ദെൻ രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തിയുടെ പേരടിക്കുക, ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും അടിക്കുക. ഫോൺ നമ്പർ, കോഡ് വേണ്ട, ഫോൺ നമ്പർ മാത്രം അടിക്കുക. വാട്സപ്പ് ലഭ്യമാണോ എന്ന് കൊടുക്കുക. ഇമെയിൽ ID കറക്റ്റ് ചെയ്യുക. അഡ്രസ്സ് കൊടുക്കുക. കേരളത്തിന് പുറത്താണോ എന്നുള്ള നോ അവിടെ കിടക്കുന്നത്. പുറത്താണെങ്കിൽ എസ് കൊടുക്കുക. അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. പിൻകോഡ് കൊടുക്കുക. ജില്ല, ആധാർ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക. ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യുക. പബ്ലിക് ഹിയറിങ്ങിൽ സംസാരിക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ സംസാരിക്കണമല്ലോ, സംസാരിച്ച അഭിപ്രായം പറയണമല്ലോ. അപ്പോൾ അത് എസ് കൊടുക്കുക. എങ്ങനെയാണ് പ്രസൻറ്റേഷൻ ചെയ്യുന്നുണ്ടോ, ടൈപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ, അതോ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ കൺസേൺസ് അയക്കാം, അല്ലെങ്കിൽ ടൈപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ കൺസേൺസ് ഇന്ന 1 2 3 എന്ന് പറഞ്ഞ പോയിന്റ്, 3 കിലോ വാട്ട് ഇലക്ട്രിക് മീറ്ററിങ് ഒഴിവാക്കാമെന്നോ എന്തൊക്കെയാണോ നിങ്ങളുടെ സജഷൻ ഉള്ളത് ടൈപ്പ് ചെയ്ത് വേണം ഇടാം. ദെൻ ഇത് ഐ എഗ്രി കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. സിമ്പിൾ പ്രൊസീജിയറാണ്. ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ ഒരു സൈസ് നോക്കണം, ഫ്രണ്ടും ബാക്കും അപ്ലോഡ് ചെയ്യണം.